വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ വ്ളോഗൊന്നും അല്ല കേട്ടോ. നമ്മൾ കോഴിക്കോട് ലുലു മാളിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കൂടിയിട്ടൊരു വീഡിയോ ആക്കി ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എന്നാൽ പിന്നെ ലുലു മാളിൽ പോയാലോ എന്നൊരു ആലോചന വന്നത്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ് കേട്ടോ. എറണാകുളത്തായപ്പോൾ നമ്മൾ എപ്പോഴും പോയി കറങ്ങി നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ലുലു മാള്. എന്നാൽ കോഴിക്കോട് തുടങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്നല്ലത് നാണക്കേട് തന്നെയല്ലേ അല്ലേ? എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തായിട്ട് കാണാൻ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലെത്തിയപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് സ്ലോ ആയി. എന്നാൽ പിന്നെ അതിനുള്ളിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് കേട്ടോ. ചെറിയൊരു ട്രോളി ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തത്. നമ്മൾ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിട്ടോ. അതിൻ്റെ വലിപ്പം കൂടാൻ അത്ര വലിയ ടൈമൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ കണ്ണിൽ കണ്ട സാധനങ്ങളൊന്നും വാരി വലിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് അറിയാമോ? ഈ ഒരു ഫിഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടം. എന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നതൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടിങ്ങനെ നോക്കി നിന്നു എന്നല്ലാതെ വാങ്ങിയതൊന്നുമില്ല കേട്ടോ. എപ്പോഴത്തേയും ദൂരെ നിന്ന് നോക്കി കാണുക, തിരിച്ചു പോരുക, അതായിരുന്നു നമ്മളൊരു നയം പറയുന്നത്. എന്തായാലും കുറച്ച് എടുത്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വാങ്ങണം എന്ന് വലിയൊരാഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ വാങ്ങിയില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങും ഇങ്ങൊക്കെ കറങ്ങി കുറച്ച് നടന്നു. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു, അത്രമാത്രം. അത് പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങുക എന്നതിലുപരി അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുക എന്നുള്ളതല്ലേ ഒരു രസം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. നമ്മളതിൻ്റെ മുക്കും മൂലയും നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊരു സംഭവം ഉള്ളതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഫുഡ് വാങ്ങിയിട്ട് മുകളിലത്തെ ഫുഡ് കോർട്ട് പോയി കഴിക്കാൻ കേട്ടോ ഉണ്ടായത്. ഫുഡ് കോർട്ടിലെ ഫുഡ് എന്ന് പറയുമ്പോൾ കുറച്ചധികം റേറ്റ് ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മാനദണ്ഡം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ചെക്ക് ചെയ്തൊന്നുമില്ല. താഴെ തന്നെ ഫുഡ് വാങ്ങിയിട്ട് മുകളിലത്തെ ഫുഡ് കോർട്ട് പോയിട്ട് കഴിക്കാൻ കേട്ടോ ഉണ്ടായത്. ഞാൻ കഴിച്ചത് കുബൂസും പിന്നെ പെപ്പർ ചിക്കൻ ഗ്രില്ല് ചെയ്തതും കുറച്ച് ഹമ്മൂസും പിന്നെ കുറച്ച് മാംഗോ ജ്യൂസുമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമുക്കൊരു ടേബിൾ കിട്ടിയിട്ടുള്ളത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം ബാക്കിയുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ പ്ലേ ഏരിയയിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോഴാണ് നമ്മൾ ആ സംഭവം കണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊറിയൻ സീരീസിലും സിനിമയിലൊക്കെ കാണുന്നില്ലേ, ഈ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് എടുത്തിട്ട് വരുന്ന പാവക്കുട്ടിനെ, ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അതിലൂടെ അങ്ങനെ എന്താ പറയുക തെരാപ്പര നടന്നു. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ അവിടെ നിന്നൊന്നും ചെയ്യുമോ അല്ലെങ്കിൽ മറ്റ് ഗെയിംസിലൊന്നും കയറുമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ താഴത്തോട്ട് പോയി കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അതിനുള്ള പോക്കാണ് കേട്ടോ അടുത്തത്. പിന്നെ നമുക്ക് പിന്നെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ട് എന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പോയപ്പോൾ തന്നെ മനസ്സിലായി കുറേ ഓഫറും സെയിലൊക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
കുട്ടികളുടെ കുറച്ച് ഡ്രസ്സും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കി നമ്മൾ അവർക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് ടൈം ഉണ്ടായിരുന്നു. തെരാപ്പാല അതിലൂടെ നടന്ന് കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഐസ്ക്രീം കണ്ടപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ പിന്നെ നമ്മൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇത് വലിയ വ്ളോഗായിട്ടൊന്നും ആരും കരുതണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.